ആദർശ് രാജേഷ് ഫ്രം എഡിടെക്സ്. അപ്പോൾ ഇത് എത്ര സ്ഥലമൊന്നും അറിയാമല്ല, ലുലു മാളാണ്. അപ്പോൾ ഇവിടെ പപ്പക്കൊരു പുതിയ ഫോൺ എടുത്തിട്ടുണ്ട്, ഓപ്പോൻ്റെ ഓപ്പോ 12 റെനോ 12 പ്രോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫോണിൻ്റെ ഇതാണ് നമ്മുടെ ഫോൺ. ആ എയർപോർട്ട് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ ഗൈസ് കിട്ടിയിട്ടുണ്ട്, സാധനം കയ്യിലുണ്ട്. അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അൺബോക്സിങ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് മാളിൽ പോയി വന്നിട്ട് ഞാൻ ഇട്ട വീഡിയോ ഒന്നും അല്ല. ഇത് 2-3 ആഴ്ച മാസമോ കഴിഞ്ഞിട്ട് ഇട്ടത്, ഒരു മാസം കഴിഞ്ഞിട്ട് വീഡിയോ ആണ്. കാരണം ഈ ഫോണിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. പക്ഷെ എന്നാലും ഫോൺ നല്ല പാക്കേജിലാണ് ഇരിക്കുന്നത്. ഇവിടെ കാണാം, ഓപ്പോ AI ഫോൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ സ്ക്രീനിൽ ചിലപ്പോൾ തലയിരിഞ്ഞായിരിക്കും വരുന്നത്, പക്ഷേ ഇവിടെ ഓപ്പോ AI ഫോൺ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ AI ഫോൺ കുടുംബത്തിലോട്ട് ഓപ്പോ കൂടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇട്ട്, അവിടെ ഒരു അൺബോക്സ് ചെയ്തല്ലേ, പിന്നെ സെറ്റപ്പും കഴിഞ്ഞ്, പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടെന്ന് എല്ലാവരും വിചാരിക്കും. കാരണം ഞാൻ അവിടെ ഒരു പൊട്ടത്തരം കാണിച്ചു. പൊട്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാണിച്ച പൊട്ടത്തരമാണ്. അങ്ങനെ ആയിരുന്നില്ല തുറക്കേണ്ടത്. എൻ്റെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ഉണ്ടായതാണോ അല്ലെങ്കിൽ ഞാൻ വിവരില്ലാണ്ട് കാണിച്ചോണെന്ന് പറയുമ്പോൾ ഞാൻ അതേപോലെ തന്നെ ഫോണിൽ വേറെ ആപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തെറ്റ് ഞാൻ തിരുത്താൻ പോവുകയാണ് ഗൈസ്. കയ്യിൽ കഴിവിട്ടൊന്നുമില്ല, എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് കമൻറ്റുകാർ ഒന്നിനെ പൊരിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി. അപ്പോൾ അത് വേണ്ടിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ചാർജറൊക്കെ വരുന്നുണ്ട്. ചാർജർ 80 വോൾട്ടിൻ്റെ ഇത്ര എന്താണ് ചാർജറാണ്. അപ്പോൾ ചാർജറുണ്ട്. പിന്നെ കേസ് ആപ്പിളെ കണ്ടുപടി, കേസും ഫോണൊക്കെ തന്നെ ഉണ്ട് വരി. അപ്പോൾ കേസ് തരുന്നുണ്ട്. തരും കുഴപ്പമില്ല. ചെക്കൻ കലക്കി നന്നായിട്ട് പൊക്കി പറയുന്നുണ്ട്. നോക്കട്ടെ, മൊത്തം വീഡിയോ കാണട്ടെ. പിന്നെ ഫീച്ചേഴ്സിൽ കാണുമ്പോൾ ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഈ കേസ് ഇതൊന്ന് ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും. ആ ഒരു ഫോണിൻ്റെ ഇതാണ്. ആ ഫോണിൻ്റെ പുറകെ ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതാണ് ഫോണിൻ്റെ പുറക്. ഇതാരോ ഒരു പേപ്പർ ചുളുക്കി വെച്ച പോലെ ഉണ്ട്. എല്ലാവർക്കും മിക്കവർക്കും അട്രാക്റ്റീവായിട്ട് തോന്നും. പപ്പക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ചുളി പോലെ. പക്ഷേ പിന്നെ ഇഷ്ടപ്പെട്ടു. കാരണം ഫോണിൻ്റെ ഒരു കളർ കൊണ്ടല്ല, ഫീച്ചേഴ്സ് കൊണ്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഇത് വളരെ അട്രാക്റ്റീവാണ്. എനിക്ക് നല്ല സിൽവർ കളറാണ്, പിടിക്കാവുന്ന രസമൊക്കെ ഉണ്ട്. പിന്നെ ഇത് കേർഡ് ഡിസ്പ്ലേ ആണോ എന്ന് പറഞ്ഞാണ്, അല്ല എന്ന് പറഞ്ഞല്ല. അത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഡിസ്പ്ലേ ആണ്. ഈ ടൈപ്പ് ഡിസ്പ്ലേ ആണത്. പിന്നെ ക്യാമറ 80 MP, 5 MP, 2 MP, അതൊക്കെയാണ് ക്യാമറ. പക്ഷേ ഇപ്പോൾ അച്ഛൻ വാങ്ങിച്ച് ഉപയോഗിച്ചത് ഈ കേസാണ്. കണ്ടോ, ഇതാകുമ്പോൾ നമുക്ക് കാണാനൊക്കെ പറ്റും. ഇതും കാണാനൊക്കെ പറ്റും, പക്ഷേ ഒരു അപ്പോൾ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കേസ് മാറ്റിയിട്ട് ഇതൊക്കെ കിട്ടും ചിലപ്പോൾ ആ ഷോറൂമിൽ തന്നെ അല്ലെങ്കിൽ കടയിലൊക്കെ കിട്ടും. ഞാനിത് വാങ്ങിച്ചത് നമ്മുടെ ലുലു മാളിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. വെറുതെ ഫോൺ കാണാൻ പോയതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച്. ലേറ്റസ്റ്റ് ഫോണാണ്. റിവ്യൂ ചെല്ലുമ്പോൾ നന്നായിട്ട് ഇടാൻ പോയിട്ടുണ്ട്. ഞാൻ എടുത്തത് കഴിഞ്ഞ മാസം ഒക്ടോബറിലാണ് ഞാൻ ഇതിൻ്റെ മാളിലെ വീഡിയോ എടുത്തതാണ്. വീട്ടിൽ വന്നിരുന്ന വീഡിയോ ആണ് ഇത്. അത് നവംബറിൽ. ഡിസംബർ ആവാറായി. കാരണം ഡിസംബർ ആവണവരെ നമ്മൾ ലാസ്റ്റ് വീഡിയോ ആണ്. ഡിസംബർ ആയിക്കഴിഞ്ഞാൽ ക്രിസ്മസ് ടൈപ്പ് വീഡിയോസൊക്കെ വരും. നമ്മളെ ചാനൽ നോക്കണം, അത് വരും. അപ്പോൾ അതിനെ പറ്റിയൊക്കെയാണ് സാധനം. അപ്പോൾ കേസ് ഓവർ ദിസ് ഐ റെക്കമെൻഡ് ദിസ്. അപ്പോൾ അതാണ് കേസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അൺബോക്സിങ് എല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ കഴിയുമെന്ന് പറഞ്ഞാണ്, ഇപ്പോൾ കഴിഞ്ഞ്. അപ്പം ഇനി നമുക്ക് ശരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടി സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്ത് വാങ്ങിച്ച രീതി വെച്ചൊക്കെയാണ് ഞാൻ. ഒപ്പോ
കുറേ നേരം എടുക്കുന്നുണ്ട് ഗൈസ്. ഇതിനകത്തോട്ട് എന്നെ തന്നെയാണ് കാണുന്നത്. കളർ വൈസ് എല്ലാവർക്കും അറിയാം, എല്ലാം ഇപ്പോഴെല്ലാവരും മുന്നിൽ. നമ്മുടെ ഫോൺ, ഇതാണ് ഫോൺ. പട്ടേന്ന് കയ്യിലൊക്കെ നടക്കും. പിന്നെ അത്യാവശ്യം നല്ല ഫോണാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് എല്ലാം പഴയ ഫോണിൽ നിന്ന് കയറ്റിയിട്ടുണ്ട്. പപ്പയുടെ പഴയ ഫോണാണ് ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഫോണിലായി. ഇതിപ്പോൾ എൻ്റെ ഫോണായി. യൂട്യൂബ് ചാനലൊക്കെ ഇപ്പോൾ ഇതിനകത്ത് കയറ്റി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് പരിപാടികളൊക്കെ എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടല്ല. അതുകൊണ്ട് ടപ്പേന്നാണ്. ഇതിനേക്കാളും സ്പീഡിൽ നത്തിങ് ഫോണും പിന്നെ ഐഫോൺ, സാംസങ് അതിനൊക്കെ ആ ഫോണൊക്കെയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഐഫോൺ നല്ല സെയിൽ വരും. അത് എടുക്കണമെങ്കിൽ അത് എടുത്താൽ മതി എന്ന് ഞാൻ പറയൂ. ഓപ്പോൻ്റെ റിവ്യൂവിൽ ഐഫോണെ പോക്കി പറയണം. കഷ്ടം. എല്ലാവർക്കും ഐഫോൺ മതി, നമ്മളൊന്നാർക്കും വേണ്ടേ. കഷ്ടപ്പെട്ടൊരു ഫോൺ ഇറക്കിയതാണ്, പോയി വാങ്ങില്ല. നല്ല ഫോണാണ് ഇപ്പം പറയാം, നല്ല ഫോണാണ് ഇതൊന്ന് പറയടാ. നല്ല ഫോൺ ഒന്ന് പോയി വാങ്ങും പ്ലീസ്. നമ്മൾ ഇത്ര നാളായിക്കൊന്ന് കളിക്കണത്. നമ്മളെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ. നല്ല ഫോൺ ഓപ്പോ റെനോ12 നല്ല ഫോണാണ്. ഓപ്പോ റെനോ12 പ്രോയും നല്ല ഫോണാണ്. ഒന്ന് പോയി വാങ്ങും. എന്തിനാ വെറുതെ നമ്മുടെ വിഷമിപ്പിക്കണേ. ഐഫോൺ നല്ല പ്രീതി കിട്ടുന്നുണ്ട്. പുറത്തുനിന്നും മകത്തുനിന്നും എല്ലാം അവന് മതി ഇപ്പം എല്ലാവർക്കും. ഈ ഫോൺ നല്ല നല്ല ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. കാരണം ഞാൻ ആപ്പിളിന് ചാർജറില്ല, പ്രൈസുള്ളതെന്ന് പറഞ്ഞ് 2-3 വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലും ആപ്പിളാണ് കാര്യം. എന്നെ കുറെ താത്തി പറഞ്ഞെങ്കിലും ഇതെനിക്കിഷ്ടമായി. കീപ് ഇറ്റ് അപ്പ്. ആപ്പിൾ ഡസ് ഇറ്റ് ബെറ്റർ, എവറി വൺ നോസ് ദാറ്റ്. പിന്നെ അല്ലെങ്കിൽ ജാനുവരി ഫെബ്രുവരി ഐഫോണൊക്കെ നല്ല കത്തി വില പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ഡെഫിനറ്റ്ലി ടേക്ക് ദിസ്. ഇത് നല്ലൊരു ഫോണാണ്. AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. നല്ല കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഐഫോണിൽ. ഞാൻ ആ വീഡിയോയിൽ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫീച്ചർ ഇതിനകത്ത് എന്തായാലും വന്നിട്ടുണ്ട്. ഈ ഗ്ലാസ് കേടാന്ന് പറഞ്ഞ് മേടിക്കൊന്നും വേണ്ട, പൊട്ടൊന്നുമില്ല. അവർ പൊട്ടിയാൽ തന്നെ അവർ അതൊക്കെ അറിയാമല്ലോ, ഗ്യാരണ്ടി. നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള ഫോണാണിത്. അതൊന്നും പറഞ്ഞ് ഞാൻ തള്ളിപ്പറയണല്ല, ഞാൻ ഇനിയും പറയാണ്. ഈ ഫോൺ നല്ല ഫോണാണ്. അല്ലാത്ത ആൻഡ്രോയിഡ് തന്നെ നിൽക്കണമെങ്കിൽ ഇത് വാങ്ങുക. അല്ലെങ്കിൽ S24 അൾട്ര അങ്ങനത്തെ ഒരു ഫോണുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് വാങ്ങിച്ചോ, നല്ല ഫോണാണ്. ഈ ഫോൺ നല്ല ഫോണാണ്, അത് വാങ്ങിച്ചു. പിന്നെ ഇതിനകത്ത് ക്യാമറ പൊളി ക്യാമറയാണ്. ഞാൻ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഇപ്പം ഈ ഫോണിൻ്റെ ക്ലാരിറ്റി ഞാൻ ചുറ്റിനും കാണിച്ചു തരാം. Note12ൻ്റെ ക്യാമറ വ്യത്യാസം മനസ്സിലായിക്കാണോ വെച്ചോ? കുറേ പേർക്ക് മനസ്സിലായി, അറിയാവുന്നവർക്കറിയാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതാണ് ഓപ്പോ റെനോ12ൻ്റെ ക്യാമറ. ഇതാണ് ഞാനിപ്പോൾ ഇത്രയും നേരം വീഡിയോ എടുത്തോണ്ടെന്ന് വെച്ചാൽ എൻ്റെ വിവോ ഫോണിൻ്റെ ക്യാമറ. ഓക്കെ, ഇന്ത്യ ടെക്കും ഓപ്പോയും കൂടെ കൊളാബ് ചെയ്ത് റെനോവിന് വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണത്. എനിക്ക് ആ പേരൊന്നും വായിക്കിട്ടില്ല, മനസ്സിലായില്ല. അപ്പോൾ അവരുടെ ഒരു കൊളാബ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. പാട്ട് വെച്ച് നോക്കാം. ഇത് ലോ വോളിയം പോലില്ലേ. അപ്പോൾ ഈ ചേച്ചി വൈറ്റ് ടീഷർട്ട് എന്നാണ് ചേച്ചിയുടെ പേര്. ഈ ഫോട്ടോ കൊണ്ട് മിക്സ് ചെയ്തതാ. എനിക്ക് ഏറ്റവും സിമിലാരിറ്റി തോന്നി കണ്ടാ, ഒരമ്മ മറ്റേ മക്കളാന്നേ പറയുള്ളൂ അല്ലേ? അതന്നെ. കൊള്ളാം, നല്ല ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഞാൻ കാണിക്കുന്നില്ല, ഇതിപ്പോൾ കുറേ നേരത്തിലാണ് ഇതെല്ലാം റീജനറേറ്റ് വന്നത്. കുറേ നേരം ആയിക്കോട്ടെ ഇത് റീജനറേറ്റ് ആയിട്ട് വരാൻ. പക്ഷേ എന്തല്ലേ ആ ചേച്ചിയുടെ കൂടെ മെർജ് ചെയ്ത്. പിന്നുള്ളൊരു യൂസ്ഫുൾ ഫീച്ചറാണ് ഫേസ് റിമൂവ്. അങ്ങനത്തെ ഒരു ഫീച്ചറുണ്ട്, ഫേസ് റിപ്ലേസ്. അങ്ങനത്തെ ഒരു ഫീച്ചറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അപ്പോൾ ഒരു മാക്സിമം 20, മിനിമം 3 പേരെങ്കിലും വേണം. അത് വർക്കാക്കണമെങ്കിൽ. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ ഇപ്പം ഞാൻ രണ്ടുപേരോട് ചിരിച്ചിരിക്കുന്നുണ്ട്, ഒരാൾ മാത്രം സങ്കടപ്പെട്ടിരിക്കുന്നു, പിന്നെ മുമ്പ് വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഫീച്ചർ നിൽക്കിയാൽ മറ്റാൾ മുഖം തെളിയും, ഗ്ലോയാവും. മനസ്സിലായി?
അതിനാണ് ആ ഫീച്ചറിൻ്റെ ഒരു ഇത് ആവശ്യം വരും. അത് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ സാഡായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അയാളെ എറ്റിന്ന് മാറ്റാം. അപ്പം സൂപ്പറായിരിക്കും ആ ഫീച്ചർ. നല്ലൊരു യൂസ്ഫുൾ ആയ ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്തത്. വിഴിഞ്ഞെടുത്ത ഏതാണ്ടൊക്കെ 6.3 ലക്ഷം ആറ്റിറ്റ്യൂഡ് സ്കോറാണ് ഈ ഫോണിലുള്ളത്. അണ്ണൻ്റെ ഗെയിമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാഷ്വൽ ഗെയിമിംഗ് ആണ്. അപ്പോൾ ഗെയിമിങ് ആ ഒരു പ്രൈസിന് കിട്ടുമ്പോൾ ക്രിസ്മസിൻ്റെ വില കുറയോ ഇല്ലയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഐഫോൺ പറയും, എനിക്കറിയാം. ക്യാഷ്വൽ ഗെയിമിംഗ് ആണ്. ഗെയിമറാണെങ്കിൽ ഒരു ക്യാഷ്വൽ ഗെയിമിംഗ് എടുക്കാം, ഗെയിമറാണെങ്കിൽ എടുക്കണ്ട. അപ്പോൾ ഒരു ക്യാഷ്വൽ ഗെയിമിംഗ് ആണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ. അപ്പോൾ ഗെയിമേഴ്സിന് പറ്റിയ ഫോണാണെന്ന് ഞാൻ പറയില്ല, റെക്കമെൻഡ് ചെയ്യില്ലേ. നമ്മളിതുകൊണ്ട് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെച്ച് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ വോയിസ് എന്നാണോ അതിൻ്റെ പേര്. ആദ്യമൊക്കെ നമ്മൾ ചെവി അടഞ്ഞു എന്ന് ചോദിച്ചു പോകും. സത്യത്തിൽ അതല്ല, അതിങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറാണെന്ന് ഞാൻ പറയുള്ളൂ, ക്ലിയർ വോയിസ്. അപ്പോൾ ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ എടുത്തതാണ്. അപ്പോൾ അതിനകത്ത് ഇതാക്കിക്കുന്ന ഫിൽട്ടർ അത് ഞാൻ അവിടെ ഇപ്പോൾ കൊണ്ട് വെച്ചതാണ്. അപ്പോൾ അത് ഈ ഫോട്ടോയിൽ കാണുന്നുണ്ട്. അത് വേണ്ട, എനിക്ക് ഫിൽട്ടർ വേണ്ട. അപ്പോൾ ഞാൻ എഡിറ്റിൽ പോവുക, റെസൊല്യൂഷൻ നിൽക്കുക. അപ്പോൾ ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ എടുത്തതാണ്. അപ്പോൾ അതിനകത്ത് ഇതാക്കിക്കുന്ന ഫിൽട്ടർ അത് ഞാൻ അവിടെ ഇപ്പോൾ കൊണ്ട് വെച്ചതാണ്. അപ്പോൾ അത് ഈ ഫോട്ടോയിൽ കാണുന്നുണ്ട്. അത് വേണ്ട, എനിക്ക് ഫിൽട്ടർ വേണ്ട. അപ്പോൾ ഞാൻ എഡിറ്റിൽ പോവുക, റെസൊല്യൂഷൻ നിൽക്കുക. നമുക്ക് അതിനകത്ത് വഴി നോക്കിയിട്ട് ഒന്നും നിൽക്കണ്ട, സ്മാർട്ട് ഞാൻ വെറുതെ പറഞ്ഞാണ്. അതിനകത്ത് ഇവനെ നമുക്ക് ഇങ്ങനെ കളയാം. അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൻ മാഞ്ഞു പോയി. നന്നായിട്ട് ഫ്രണ്ട് ക്യാമറ പണിതിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാം. കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ബാക്ക് ക്യാമറ എടുത്തത്, സോറി. ഫ്രണ്ട് ക്യാമറ നന്നായിട്ട് ഇവന്മാർ പണിതിട്ടുണ്ട്. സൂപ്പറായിട്ടെല്ലാം കാണാം. അപ്പോൾ നല്ല ഫ്രണ്ട് ക്യാമറ പൊള്ളിയാണ്, നന്നായിട്ട് പണിതിട്ടുണ്ടാകാൻ മതി. കാരണം നമ്മൾ ഫോൺ ബാക്ക് ക്യാമറ ആണ് നല്ലത്. പറഞ്ഞില്ല 80 മെഗാ പിക്സൽ, 5 മെഗാ പിക്സൽ, 2 മെഗാ പിക്സൽ. ഫ്രണ്ടിലത്തെ ക്യാമറ അത്യാവശ്യം ഇത്രയും മെഗാ പിക്സലാണ്. അപ്പോൾ നല്ലൊരു ഫ്രണ്ട് ക്യാമറ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഫോൺസിലൊക്കെ ഫ്രണ്ട് ക്യാമറ പോട്ടെ, അതിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ ആൾക്കാർ സെൽഫിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ എന്ന് വെച്ചിട്ടുണ്ട്, അതൊരു ഫീച്ചറാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. ചെറിയൊരു ഷൗട്ട് ഔട്ട് കൂടെ എനിക്കുണ്ട്. ദിവാലിയിലാണ് ഞാനത് പോയി വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഞാൻ ആ വീഡിയോ മര്യാദക്കായിട്ട് മനസ്സിലാവും, ഒരു സാധനം ഫ്രീ കിട്ടി. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഫ്രീ കിട്ടിയ സ്കൈ ഡാറ്റ്സ് മൊപ്പോഡ് ENC ആണ്, ANC അല്ല. അപ്പോൾ എനിക്കിതിനെ പറ്റി അറിയാമെന്നും പാടില്ല. അതിനകത്ത് ദിവാലിനോട് ഫ്രീ കിട്ടിയതാണ്. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ വയറാണ്. എയർപോർട്ടിൽ ആരും ചാർജർ പ്രതീക്ഷിക്കുമോ? പക്ഷേ പൊട്ടത്തരാം, ഞാൻ അറിയേണ്ട പ്രതീക്ഷിച്ചു, പൊട്ടനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം. ബ്ലാക്ക് തന്നെ കിട്ടി, ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ദിവാലിൻ്റെ ഒരു ഇതിൽ. കൊള്ളാം. ഞാനും അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്കൈ ഡാർട്സ് കാണുന്നുണ്ടോയെന്ന് അറിയാം. നമ്മളെ നല്ല സ്കൈ ഡാർട്സ് നേരിട്ടുണ്ട്. ചാർജ് ഉണ്ടോ നോക്കട്ടെ. ചാർജില്ല ഗൈസ്, കുത്തിയിടണം. കൊള്ളാം, നോക്കട്ടെ, വെച്ചോട്ടെ. കംഫിയാണോ വെക്കാനൊക്കെ രസമുണ്ട്. ഞാനിത് പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പാട്ട് കൊള്ളാം. എയർപോർട്ടാണെങ്കിൽ നിങ്ങൾ പാട്ട് കേൾപ്പിക്കാൻ പറ്റില്ല, എന്നാലും നല്ല സൂപ്പറായിട്ട് പാട്ട് കേൾക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഓസിന് കിട്ടിയാൽ ഞാൻ ആസറും കുടിക്കും, ആ ടൈപ്പാണ് ഞാൻ. അതുകൊണ്ട് സാധനം കൊള്ളാം, നല്ല രസമുണ്ട്. സാധനം. മാഗ്നറ്റൊക്കെയാണ്. അപ്പോൾ ഇത് കാണിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല, കാണിച്ചതേ ഉള്ളൂ. ഇതിന് വേണ്ടി ഞാൻ വീഡിയോ ഷോർട്സോ ഒന്നും ഇടൂല. ഇത് വാങ്ങിക്കാൻ കുഴപ്പമില്ല, വേണമെങ്കിൽ വാങ്ങിച്ചു. സ്കൈ ഡാർട്സ് നിങ്ങൾക്കാണെങ്കിൽ ഇതായിരുന്നു സാധനം കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ നമ്മുടെ ഓപ്പോ റെനോ 12 ഓപ്പോ റെനോ 12 ഫോൺ റിവ്യൂ. എൻ്റെ ആദ്യത്തെ ഫോൺ റിവ്യൂ ആണ്.
മണ്ടത്തരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഇതേപോലത്തെ ഇനി വരുമെന്ന് തോന്നുന്നു, വരും ടെക്കിയാലാണ് അൺബോക്സിംഗ് പിന്നെ റിവ്യൂ ഒക്കെ എന്തായാലും വരും. പക്ഷേ ഇനി വരുമെന്ന് തോന്നുന്നു. അടുത്ത കാലത്തൊന്നും വരില്ല, കാരണം ഇത് പപ്പ പുതിയ ഫോൺ എടുത്തുകൊണ്ട് എനിക്ക് പറ്റിയതാണ്. ചാനൽ തുടങ്ങിയപ്പോൾ വരുമോ 3ാമത്തെ വീഡിയോ തന്നെ എനിക്ക് ഇടാൻ പറ്റിയത്. ഷോർട്സ് അല്ല, വീഡിയോ ആണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ടെക് ചാനൽ തുടങ്ങിയപ്പോൾ 3ാമത്തെ ഒരു ഫോൺ റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിഗ് തിങ് ഗൈസ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഇതേപോലത്തെ പ്രോഡക്റ്റ്സ് എയർപോർട്ട്സൊക്കെ ചിലപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യുമായിരിക്കും. ടെക്ക് മാത്രമല്ല, ഞാൻ ടെക്ക് ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ. ടെക്ക് അല്ലാണ്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ ടെക്ക് കൊണ്ട് തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഫസ്റ്റ് വീഡിയോ ഉണ്ട്, എൻ്റെ വീഡിയോസ് ടെക്സിൽ തുടങ്ങണം, പിന്നെ അങ്ങോട്ട് പോകണമെന്നാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളെ നന്നായിട്ട് വെറുപ്പിച്ചിട്ട് ബോറടിച്ചിട്ട് ക്ഷമിക്കണം. കണ്ടിരുന്നതിന് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മൾ ഞാൻ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞു, 2ാമത്തെ വീഡിയോയിലും പറഞ്ഞു, 3ാമത്തെ വീഡിയോയിലും പറഞ്ഞു. എന്നുവെച്ചാൽ 3ാമത്തെ വീഡിയോ ഇതിനകത്ത് ഞാൻ പറയാം, ഇവിടം വരെ നമ്മൾ എത്തിക്കണം. അതിപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു സിഗ്നേച്ചർ ഡയലോഗ് പോലെ ചെയ്ത്. വേറെ യൂട്യൂബറൊന്നും ചോദിച്ചാൽ കണ്ടിട്ടില്ല. കൊള്ളാം, എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മൾ ചാനലെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ ഇനിയും വരും. ഇത് ജസ്റ്റ് 3ാമത്തെ വീഡിയോ ആണ്. സപ്പോർട്ട് എല്ലാവരും വേണം. ഇതേപോലത്തെ കിടിലൻ പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ റിവ്യൂ എന്തായാലും ഇടും. ഞാൻ അൺബോക്സ് പോലും ചെയ്യാണ്ട്. ഇപ്പോൾ ഇത് കണ്ട ഈ സ്കൈ ഡാറ്റ്സിൻ്റെ മൊപ്പോ ഇത് ഞാനിപ്പോൾ റിവ്യൂ ചെയ്തോണ്ട ബ്ലൈൻഡ്ലി. എനിക്കിതിനെപ്പറ്റി അറിയാമെന്നും പാടില്ല. ഞാനിപ്പോൾ ഞാൻ അത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ചാർജ് കുത്തിയിട്ട് കണ്ട ഇത് ഇത് ലൈറ്റ് കത്തും. നത്തിങ് അല്ല, എന്തായാലും ലൈറ്റ് കത്തും. മാഗ്നറ്റൊക്കെയാണ് സാധനം, കൊള്ളാം. ഇതേപോലത്തെ ബ്ലൈൻഡിൽ ഞാൻ റിവ്യൂ ചെയ്യും അൺബോക്സ് ചെയ്തിട്ട്. നത്തിങ് കണ്ടുപടി, എയർപോർട്ട്സിൽ ലൈറ്റ് വെച്ച് കൊടുക്ക്, പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കാര്യമായിട്ടൊന്നും കുറേ നേരം എടുത്തല്ലേ. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് ആയിക്കാണ്, 5-10 മിനിറ്റ് ആയിക്കാണ് വീഡിയോ ഇപ്പോൾ. അപ്പോൾ ഇത്ര നമ്മുടെ വീടിൻ്റെ ഇവിടം വരെ കണ്ടവർക്ക് വലിയൊരു താങ്ക്സ്. അപ്പോൾ ഭയങ്കര ബിസിയൊക്കെ ആയിരുന്നു, പഠിത്തമൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരാൻ പാടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ റിവ്യൂസൊക്കെ ചെയ്യും, പ്രൊഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്തി തരും. ഞാൻ കൈ കൊണ്ടല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിവരംസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ, അത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ഇനിയും വരും. ഇറ്റ്സ് മീ ആദർശ് രാജേഷ് സൈനിങ് ഔട്ട്. ഞാൻ പോകുന്നു. ബൈ.